CJP സമരത്തിൽ ഇളകി മറിഞ്ഞ് രാജ്യതലസ്ഥാനം. പോലീസ് നടപടികളെ ഭയക്കാതെ സമരമുഖത്ത് തുടർന്ന് യുവാക്കൾ. ജന്തർ മന്ദറിന് ചുറ്റും സേനാ വിന്യാസം ശക്തിപ്പെടുത്താൻ സർക്കാർ. കോക്രോച്ച് ജനതാ പാർട്ടിക്ക് പിന്തുണയുമായി കൂടുതൽ പ്രമുഖർ. തുടർച്ചയായ മൂന്നാം ദിനവും പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റ് പ്രക്ഷുബ്ധമാകും. CJP സമരവും രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കളുടെ അറസ്റ്റും സഭകളെ കലുഷിതമാക്കും. രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നത് വർഷകാല സമ്മേളനം തടസ്സപ്പെടുത്താനെന്ന് ധർമ്മേന്ദ്ര പ്രധാൻ. CJP സമരത്തെ പിന്തുണച്ചെത്തിയ തമിഴ് റാപ്പർ തിരുക്കുറൽ അറിവ് അറസ്റ്റിൽ. പോലീസ് നടപടി അപലപിച്ച് ഉദയനിധി സ്റ്റാലിൻ. സഹോദരതുല്യനായ കലാകാരനെതിരായ നടപടി അന്യായമെന്നും ഉദയനിധി. ആലപ്പുഴ രക്ഷാപ്രവർത്തന കേസിൽ DGP ഇന്ന് റിപ്പോർട്ട് സമർപ്പിച്ചേക്കും. അന്വേഷണ റിപ്പോർട്ട് തിരുത്തിയതിൽ പങ്കില്ലെന്ന് വിശദീകരിച്ച ADGP MR അജിത് കുമാർ. തിരുത്തൽ വരുത്തിയത് അജിത് കുമാർ എന്ന നിഗമനത്തിൽ ഉറച്ച് അന്വേഷണ സംഘം. ഫ്രാൻസ് ഫുട്ബോൾ ടീമിന്റെ പരിശീലകനായി കരാർ ഒപ്പിട്ട് സിനദിൻ സിദാൻ. 2030 ലോകകപ്പ് വരെ കരാർ. ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ. ഇതിഹാസ താരം ചുമതലയേൽക്കുന്നത് പരിശീലകനായി മികവ് തെളിയിച്ച ശേഷം. സിദാൻ വരുന്നത് ദിദിയർ ദശാംസ് പടിയിറങ്ങിയതിന് പിന്നാലെ. ലോകകപ്പിന് പിന്നാലെ ഫിഫ പ്രസിഡന്റിനെതിരെ സ്പാനിഷ് ലീഗ് തലവൻ ഇൻഫാന്റിനോ ഫുട്ബോളിനെ നശിപ്പിക്കുകയാണെന്ന് ഹാവിയർ ഡെബാസ്. ലോകകപ്പിലെ വിവാദങ്ങൾ എണ്ണിപ്പറഞ്ഞ് വിമർശനം. ഫിഫ പ്രസിഡന്റിനെതിരായ നീക്കം അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ. വിരമിക്കൽ സൂചന നൽകി അർജന്റീന ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ്. രാജ്യത്തിനും ടീമിനുമായി തന്റെ പരമാവധി ശ്രമിച്ചു. കിരീടം നേടാനാകാത്തതിൽ ആരാധകരോട് ക്ഷമ ചോദിക്കുന്നുവെന്നും ഇൻസ്റ്റഗ്രാമിൽ വൈകാരിക കുറിപ്പ്.